ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ക്രൂ. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് റോഡൻസും അതിൻ്റെ കൺട്രോൾ മെഷേഴ്സും. നമ്മുടെ സെക്കൻഡ് ഇയറിലെ പേപ്പർ 1 ആയ എൻവയോൺമെൻറ്റൽ സാനിറ്റേഷൻ എന്ന പാഠത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് മെഡിക്കൽ എൻറ്റമോളജി. ഈ മെഡിക്കൽ എൻറ്റമോളജിയിൽ നിന്ന് നമുക്ക് DHIC ഫൈനൽ ഇയറിൽ മെയിൻലി 4 ടോപ്പിക്കുകളാണ് 5 മാർക്കിനും പിന്നെ കമ്പൈൻ ചെയ്ത് essay ആയിട്ടൊക്കെ ചോദിക്കാറുള്ളത്. ആ 4 ടോപ്പിക്കാണ് ഏതൊക്കെ? മൊസ്കിറ്റോ കൺട്രോൾ മെഷേഴ്സ്, പിന്നെ മൊസ്കിറ്റോ ലൈഫ് സൈക്കിൾ, പിന്നെ ഫ്ലൈ കൺട്രോൾ മെഷേഴ്സ്, പിന്നെ നമ്മുടെ റോഡൻ കൺട്രോൾ മെഷേഴ്സ്. ഇതിൽ മൊസ്കിറ്റോ കൺട്രോൾ മെഷേഴ്സും അതുപോലെ മൊസ്കിറ്റോ ലൈഫ് സൈക്കിളും നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്ത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ എന്തായാലും പോയി കാണുക. അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം, റോഡൻസും അതിൻ്റെ കൺട്രോൾ മെഷേഴ്സും. സോ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ ഈ റോഡൻസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റാറ്റിനെയാണ് മെയിൻലി. ശരിക്കും ഈ റോഡൻ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയുടെ കീഴിൽ ഒരുപാട് ടീംസ് വരുന്നുണ്ട്. നമ്മുടെ ഈ റാബിറ്റ്സ്, സ്ക്വറൽസ്, ഇങ്ങനെ ഇവരൊക്കെ വരുന്നത് ഈ റോഡൻ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്ക് കീഴിലാണ്. പക്ഷേ നമ്മുടെ ടെക്സ്റ്റിൽ മെയിൻലി റോഡൻ്റ് എന്നുകൊണ്ട് നമ്മൾ ടെക്സ്റ്റിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് റാറ്റാണ്. സോ ഞാൻ എവിടെയൊക്കെ ഈ റോഡൻ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നോ അവിടെയൊക്കെ നിങ്ങളെ മൈൻഡിൽ വരേണ്ടത് റാറ്റാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. റോഡൻസ് നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമാണ് ഈ റാറ്റൊക്കെ. ഒരുപക്ഷെ പറയുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷനേക്കാൾ കൂടുതൽ ഉണ്ടാവുക ഇവരുടെ പോപ്പുലേഷനായിരിക്കും. നമുക്ക് സാമ്പത്തികപരമായ ഒരുപാട് നഷ്ടങ്ങൾ ഇവരുണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ബിൽഡിങ്സ് നശിപ്പിക്കുക, നമ്മുടെ ഫുഡ് സ്റ്റഫ്സ് നശിപ്പിക്കുക, അതുപോലെ നമ്മുടെ വീട്ടിലെ ഈ വയറിങ്, ഇലക്ട്രോണിക് എക്യുപ്മെൻസിൻ്റെ ഒക്കെ വയറൊക്കെ കടിച്ച് നശിപ്പിച്ച് അതില്ലാണ്ടാക്കുക. അങ്ങനെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവർ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, എന്നാൽ അതുമാത്രമാണോ? അല്ല, ഇവർ നമുക്ക് ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് രോഗങ്ങൾ പരത്തുന്നുണ്ട്. ഇപ്പം പല ഡിസീസിൻ്റെയും റിസർവോയറായിട്ട്, ഫോർ എക്സാമ്പിൾ പ്ലേഗിൻ്റെ റിസർവോയറായിട്ടൊക്കെ ആക്ട് ചെയ്യുന്നത് ഈ റാറ്റാണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഡീപ്പായിട്ട് പഠിച്ച ലെപ്റ്റോസ്പൈറോസിസ്, ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഈ റാറ്റാണ്. അങ്ങനെ നമുക്ക് ആരോഗ്യപരമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഈ റോഡൻസ് ഉണ്ടാക്കുന്നുണ്ട്. സോ ഈ മൊസ്കിറ്റോ ഒക്കെ പോലെ തന്നെ നമുക്ക് നശിപ്പിച്ച് കളയേണ്ട ഒരു ടീമാണ് ഈ റോഡൻസ്. ഇല്ലെങ്കിൽ നമുക്ക് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആവും വരും. സോ അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്, റോഡൻസിൻ്റെ കൺട്രോൾ മെഷേഴ്സ്. നമുക്ക് മെയിൻലി ഇതിന് എത്ര ടൈപ്പ് റോഡൻസ് ഉണ്ട് എന്ന് നോക്കാം. സോ ടൈപ്സ് ഓഫ് റോഡൻസ്, മെയിൻലി 2 ടൈപ്പ് റോഡൻ്റാണ് വരുന്നത്. ഡൊമസ്റ്റിക് റോഡൻറ്റും അതുപോലെ തന്നെ വൈൽഡ് റോഡൻറ്റും. ഓക്കെ, ഡൊമസ്റ്റിക് റോഡൻറ്റും വൈൽഡ് റോഡൻറ്റും. ഇതിൽ ഡൊമസ്റ്റിക് റോഡൻറ്റ് തന്നെ വീണ്ടും 2ആയിട്ടുണ്ട്, റാറ്റസ് നോർവീജിക്കസ്. ഈ റാറ്റസിൻ്റെ കോമൺ നെയിമാണത് ഹൗസ് റാറ്റ്. റാറ്റസ് നോർവീജിക്കസിൻ്റെ കോമൺ നെയിം സീവർ റാറ്റ്. അത് രണ്ടും മാറിപ്പോവരുത്. റാറ്റസ് ആണെന്ത് ഹൗസ് റാറ്റ്, RRH. അതുപോലെ റാറ്റസ് നോർവീജിക്കസ് ആണെന്ത് സീവർ റാറ്റ്. ഓക്കെ, അതെന്തെങ്കിലും ഒരു കോഡ് വെച്ച് പഠിക്കുക, മാറിപ്പോവരുതേ. സോ നമുക്ക് ഈ 2 റോഡൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. യെസ്, ഇവരുടെ ശരീരപ്രകൃതം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിൻലി 5 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഫസ്റ്റ് വരുന്നതാണ് ടെയില്, പിന്നെ ബോഡി, ഇയർ, ഐസ്, നോസ്. ഈ 5 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇവരെ കമ്പയർ ചെയ്യാൻ പോകുന്നത്. സോ മെയിൻലി നോസിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഹൗസ് റാറ്റിൻ്റെ നോസ് എങ്ങനെയാണ്? പോയിൻറ്റഡ് ആയിട്ടായിരിക്കും. ഇത് കണ്ടില്ലേ, ഭയങ്കര പോയിൻറ്റഡ് ആയിട്ടാണ് ഇവരെ നോസ് ഇരിക്കുന്നത്. എന്നാൽ സീവർ റാറ്റിലോട്ട് വരുമ്പോൾ അത് ബ്ലണ്ട് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ കണ്ണ് ഹൗസ് റാറ്റിൻ്റെത് വലുതാണ്, ചെവിയും വലുതാണ്. എന്നാൽ അത് രണ്ടും ചെറുതാണ് നമ്മുടെ സീവർ റാറ്റിലോട്ട് എത്തുമ്പോൾ. അതുപോലെ പിന്നെ ബോഡിയുടെ കാര്യത്തിലാണ് ഇവരൊന്ന് താന്നു കൊടുക്കുന്നത്. അതായത് ഹൗസ് റാറ്റിൻ്റെ ബോഡി ലൈറ്റാണ്, അതുപോലെ സ്ലെൻഡറാണ്, മെലിഞ്ഞ് വെയിറ്റ് കുറഞ്ഞിരിക്കുന്നൊരു ബോഡിയാണ് ഹൗസ് റാറ്റിൻ്റെത്. അപ്പോൾ മറ്റവരതോ ഹെവി ആൻഡ് തിക്ക് ബോഡിയാണ് സീവർ റാറ്റിന് വരുന്നത്. വലിയ തിക്കായിട്ടുള്ള ഹെവി ആയിട്ടുള്ള ബോഡിയാണ് അവർക്ക് വരുന്നത്. ഇനി വാലിൻ്റെ കാര്യത്തിൽ വരുമ്പം വീണ്ടും നമ്മുടെ ഹൗസ് റാറ്റ് ഓവർടേക്ക് ചെയ്യും ഇവരെ. എങ്ങനെ? ഹൗസ് റാറ്റിൻ്റെ ടെയിലെന്ന് പറയുന്നത് അവരുടെ ശരീരത്തിനെയും തലയെയും കൂട്ടിയാൽ പോലും അതിലും നീളം കൂടുതലായിരിക്കും അവരുടെ വാല്. സോ ലോങ് ടെയിലാണ് അവർക്ക് വരുന്നത്. മറ്റവരുടേത് ഷോർട്ടാണ്. അവരുടെ ബോഡിയും ഹെഡും കൂട്ടിയാൽ തന്നെ ഈ ടെയിലിനേക്കാളും ഉണ്ടാവും. ഞാനിവിടെ പഠിച്ചത് ഇത് മാത്രമാണ്. ഈ ഹൗസ് റാറ്റിൻ്റെ ഫീച്ചേഴ്സ് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സീവർ റാറ്റ് എന്ന് പഠിച്ചു വെച്ചു. സോ നിങ്ങളും അങ്ങനെ എന്തെങ്കിലും പഠിക്കുക, അതാണ് എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു. സോ നിങ്ങളുടെ ഈസി അനുസരിച്ച് പഠിക്കുക. സോ അത്രയാണ് നമുക്ക് ഇതിൻ്റെ ബോഡി തമ്മിലുള്ള ഡിഫറൻസ് പറയാനുള്ളത്.
നോസ് പോയിൻറ്റഡ് ആണ്, അതുപോലെ കണ്ണ് വലുതാണ്, ചെവി വലുതാണ്, ബോഡി ലൈറ്റ് ആൻഡ് സ്ലെൻഡർ ആണ്, അതുപോലെ ടെയില് ഹെഡ് പ്ലസ് ബോഡിയേക്കാൾ നീളം കൂടുതലാണ്. ആരത്? ഹൗസ് റാറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സീവർ റാറ്റ് എന്ന് ഓർക്കുക. നമുക്കിനി വൈൽഡ് റോഡൻ്റ് എന്താണെന്ന് നോക്കാം. വൈൽഡ് റോഡൻ്റ് ഒരുപാട് സ്പീഷീസ് ഉണ്ടെങ്കിലും ഇന്ത്യയിൽ നമുക്ക് ഏറ്റവും പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസിൽ നമ്മൾ പറയുന്നൊരു സ്പീഷീസ് ആണ് ടെട്ടേറ ഇൻഡിക്ക. മാറിപ്പോരുത്, ടെട്ടേറ ഇൻഡിക്ക. നമുക്ക് വൺ വേർഡ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ടെട്ടേറ ഇൻഡിക്ക. ഇതിലെ ക്വസ്റ്റ്യൻ കിടക്കുന്നത് ഇവിടെയാണ്. അതായത് നാച്ചുറൽ റിസർവോയർ ഓഫ് പ്ലേഗ് എന്താണെന്ന് ചോദിക്കും. ടെട്ടേറ ഇൻഡിക്ക, ടെട്ടേറ ഇൻഡിക്ക. മാറിപ്പോരുത്. വൈൽഡ് റോഡൻസിന് ഇന്ത്യയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസാണ് ടെട്ടേറ ഇൻഡിക്ക. ഇവരാണ് നാച്ചുറൽ റിസർവോയർ ഓഫ് പ്ലേഗ് എന്നറിയപ്പെടുന്നത്. സോ മാറിപ്പോരുത്. അത്രയാണ് നമുക്ക് ടൈപ്സ് ഓഫ് റോഡൻറ്റിൽ പറയാനുള്ളൂ. മെയിൻലി 2 ടൈപ്പ് റോഡൻ്റ് ആണുള്ളത്. ഏതൊക്കെയാ? ഡൊമസ്റ്റിക് റോഡൻസും വൈൽഡ് റോഡൻസും. ഇതിൽ ഡൊമസ്റ്റിക് റോഡൻസ് വീണ്ടും 2 ടൈപ്പ് ആയിട്ടുണ്ട്. റാറ്റസ് റാറ്റസ് അഥവാ ഹൗസ് റാറ്റ്, റാറ്റസ് നോർവീജിക്കസ് അഥവാ സീവർ റാറ്റ്. ഇനി വൈൽഡ് റോഡൻസിൽ പറയാനുള്ളത് ഇവരിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്പീഷീസാണ് ടെട്ടേറ ഇൻഡിക്ക. ഈ ടെട്ടേറ ഇൻഡിക്കയാണ് പ്ലേഗിൻ്റെ നാച്ചുറൽ റിസർവോയർ ആയിട്ട് അറിയപ്പെടുന്നത്. സോ ദാറ്റ്സ് ഓൾ. ഇനി നമ്മൾ ഇവർ പരത്തുന്ന ഡിസീസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി റോഡൻസ് ഇഷ്ടംപോലെ ഡിസീസ് പരത്തുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എന്താ? റാറ്റ് ബൈറ്റ് ഫീവർ ഉണ്ട്, പ്ലേഗ് ഉണ്ട്, ടൈഫസ് ഉണ്ട്, സാൽമണലോസിസ് ഉണ്ട്, ട്രൈക്കിനോസിസ് ഉണ്ട്, അമീബിക് ഡിസെൻട്രി ഉണ്ട്, ലെപ്റ്റോസ്പൈറോസിസ് ഉണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ഡിസീസസ് ഉണ്ട്. അത് എങ്ങനെയൊക്കെയാണെന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് റാറ്റ് ബൈറ്റ്, അതായത് എലി കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? റാറ്റ് ബൈറ്റ് ഫീവർ വരും. ഓക്കെ, അപ്പോൾ റാറ്റ് ബൈറ്റിലൂടെ കിട്ടുന്നതാണ് റാറ്റ് ബൈറ്റ് ഫീവർ. ഇനി റാറ്റിൻ്റെ ശരീരത്തിൽ ചെറിയ ചെറിയ ചെള്ള് പോലുള്ള പ്രാണികളുണ്ടാവും. ഇവർ കടിക്കുമ്പോഴാണ് നമുക്ക് മെയിൻലി പ്ലേഗ്, ടൈഫസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത്. സോ റാറ്റ് ഫ്ലീസ് ഉണ്ടാക്കുന്നതാണ് പ്ലേഗ് ആൻഡ് ടൈഫസ്. ഇനി ഈ റാറ്റ് നമ്മുടെ ഫുഡ് കമ്മോഡിറ്റീസ്, വാട്ടർ, ഇതിനെയൊക്കെ കണ്ടാമിനേറ്റ് ചെയ്യും. ഈ റാറ്റ് കണ്ടാമിനേറ്റ് ചെയ്ത ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് വരുന്ന അസുഖങ്ങളാണ് സാൽമണലോസിസ്, ട്രൈക്കിനോസിസ് ആൻഡ് അമീബിക് ഡിസെൻട്രി. സോ ഇത്രയും അസുഖങ്ങൾ ഓർത്ത് വയ്ക്കുക. ഏതൊക്കെയാണ്? റാറ്റ് ബൈറ്റ് കാരണം റാറ്റ് ബൈറ്റ് ഫീവർ, റാറ്റിലെ ഫ്ലീസ് കാരണം പ്ലേഗ്, ടൈഫസ്, അതുപോലെ ഫുഡ് ആൻഡ് വാട്ടർ കണ്ടാമിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വരുന്നത് സാൽമണലോസിസ്, ട്രൈക്കിനോസിസ്, അമീബിക് ഡിസെൻട്രി. ഇനി എലിയുടെ മൂത്രം, റാറ്റ് യൂറിൻ വഴി നമുക്ക് കിട്ടുന്ന അസുഖമാണ് ലെപ്റ്റോസ്പൈറോസിസ്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീപ്പായിട്ട് ഒന്നും പറയുന്നില്ല, നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഡീപ്പായിട്ട് പഠിച്ചതാണ്. ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ് ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്ന അസുഖം. ഇത് റാറ്റിൻ്റെ യൂറിനിലാണ് കാണപ്പെടുന്നത്. സോ ഇത്രയാണ് നമുക്ക് റോഡൻസും അതുമായി ബന്ധപ്പെട്ട ഡിസീസിലും പറയാനുള്ളത്. ഇനിയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗത്തിലോട്ട് കടക്കുന്നത്. അതാണ് ഇതിൻ്റെ കൺട്രോൾ മെഷേഴ്സ്. സോ റോഡൻ കൺട്രോൾ മെഷേഴ്സ് മെയിൻലി നമ്മൾ 4 എണ്ണമാണ് പറയുന്നത്. 4 എണ്ണം. 1 ട്രാപ്പിങ്, 2 റോഡൻറ്റിസൈഡ് അഥവാ റാറ്റിന് പോയിസൺ കൊടുക്കുന്ന, എലിവിഷൻ കൊടുക്കുന്ന സംഭവം. നെക്സ്റ്റ് ഫ്യൂമിഗേഷൻ, അതായത് പുകയ്ക്കുക. പിന്നെ ടോട്ടൽ സാനിറ്റേഷൻ. സോ നമ്മൾ റോഡൻ കൺട്രോൾ മെഷേഴ്സിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് ട്രാപ്പിംഗ്, അതായത് കെണി വെച്ച് പിടിക്കുക. 2 വിഷം കൊടുക്കുക, പോയിസൺ അല്ലെങ്കിൽ റോഡൻറ്റിസൈഡ് എന്ന് പറയും. നെക്സ്റ്റ് ഫ്യൂമിഗേഷൻ, അതായത് ഇവരെ മാളത്തിൽ പോയിട്ട് നമ്മൾ പുകയ്ക്കും. നെക്സ്റ്റ് വരുന്നതാണ് സാനിറ്റേഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. സോ നമുക്കിത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഈ ഫിഗർ ഒന്ന് ഓർത്ത് വയ്ക്കുക, എക്സാം ഹോളിൽ ചിലപ്പോൾ ഉപകാരം ചെയ്യും. ട്രാപ്പിംഗ്, അതായത് കെണി വെച്ച് പിടിക്കുക. റാറ്റ് പോയിസൺ, എന്ത് ചെയ്യുക? എലിവേഷൻ കൊടുക്കുക. ഫ്യൂമിഗേഷൻ, മാളത്തിൽ പോയി പോകുക, ആ സെറ്റപ്പ്. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് സാനിറ്റേഷൻ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ട്രാപ്പിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു കെണി വെച്ച് എലിയെ പിടിക്കും. എന്നിട്ട് എലിനെ എങ്ങനെ കൊല്ലും? വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കി വെച്ചിരിക്കും. അവസാനം എലി അത് ചത്തുപോകും. ഇങ്ങനെയാണ് നമ്മൾ ട്രാപ്പിങ്ങിനെ കുറിച്ച് പറയുന്നത്. എലി ഒരു ഡിവൈസ്, ഒരു കെണി ഉപയോഗിച്ച് നമ്മൾ എലിയെ പിടിക്കുന്നു, അതിനെ വെള്ളത്തിൽ മുക്കി കൊല്ലുന്നു. ഇനി ഇതിന് കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ട് ഈ ട്രാപ്പിംഗ് എന്ന് പറയുന്ന ഒരു പോയിന്റിന്. എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രാപ്പിംഗ് എന്ന് പറയുന്നതുകൊണ്ട് നമുക്കൊരു ടെമ്പററി റിഡക്ഷൻ മാത്രമേ സാധ്യമാവുള്ളൂ. ടെമ്പററി റിഡക്ഷൻ മാത്രം, അതായത് താൽക്കാലികമായിട്ടുള്ളൊരു ശമനം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവർ പിന്നീട് കൂടി തന്നെ വരും. പിന്നെ നമുക്കിതൊരു എഫക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ ലാർജ് ഒരു കമ്മ്യൂണിറ്റി ബേസിസിൽ ചെയ്താൽ മാത്രമേ ഇത് കുറച്ചെങ്കിലും ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടാവുള്ളൂ. അതായത് നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും കൂടെ ട്രാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം റാറ്റ്സിനെ പിടിച്ച് കൊല്ലാൻ പറ്റും. അല്ലാതെ നമ്മൾ ഒരു വീട്ടുകാർ മാത്രം ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കിതിലൊരു പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടാനില്ല. പിന്നെ ഇതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡീമെറിറ്റ് പോയിൻ്റാണ് ട്രാപ്പ് വൈസ് എന്ന് പറയുന്നൊരു പോയിന്റ്. അതായത് റാറ്റ് നാച്ചുറലി ഒരു സസ്പീഷ്യസ് എനിമലാണ്. അപ്പോൾ അവർ പെട്ടെന്ന്
ഈ ട്രാപ്പ് വൈസ് ആവും. അപ്പോൾ ഈ കെണീൻ്റെ അടുത്ത് വരുമ്പോൾ ഇവർക്ക് സംഭവം കത്തും, ഇതെന്നെ പിടിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണെന്നുണ്ട്. പിന്നെ ഇവർ ഇത് അവോയ്ഡ് ചെയ്ത് തുടങ്ങും. സോ വളരെ കുറച്ച് കാലം മാത്രമേ നമുക്ക് ഈ ട്രാപ്പിംഗ് വെച്ച് എലിയെ പിടിക്കാൻ പറ്റുള്ളൂ. അവർ പെട്ടെന്ന് ട്രാപ്പ് വൈസ് ആവും. ആ പോയിന്റ് ഓർത്ത് വയ്ക്കുക, ട്രാപ്പ് വൈസ്. ഓക്കെ, സോ നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പറയാം, റാറ്റ് പോയിസൺ അഥവാ റോഡൻറ്റിസൈഡ്സ്. നമ്മൾ ഇന്ത്യയിൽ കോമൺലി യൂസ് ചെയ്യുന്ന 2 റോഡൻറ്റിസൈഡാണ് ബാരിയം കാർബണേറ്റും സിങ്ക് ഫോസ്ഫൈഡും. ബാരിയം കാർബണേറ്റ്, സിങ്ക് ഫോസ്ഫൈഡ്. ബാരിയം കാർബണേറ്റ് ആൻഡ് സിങ്ക് ഫോസ്ഫൈഡ് ആണ് നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് രണ്ടിനെയും കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഫസ്റ്റ് ബാരിയം കാർബണേറ്റിനെ കുറിച്ച് പറയാം. ഈ ബാരിയം കാർബണേറ്റിൽ പറയാനുള്ളത്, ഒരു ബാരിയം കാർബണേറ്റ് എടുത്തു കഴിഞ്ഞാൽ 4 വീറ്റ് ഫ്ലോർ, അതായത് ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ എടുക്കണം. അതായത് 1 കിലോ ബാരിയം കാർബണേറ്റ് എടുത്തു കഴിഞ്ഞാൽ 4 കിലോ അരിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ എടുക്കണം. 1 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ 4 ഗ്രാം. എന്നിട്ട് കുറച്ച് വെള്ളവും കൂട്ടി നമ്മളിത് ചെറിയ ചെറിയ റൗണ്ടാക്കി ഈ എലി ഓടുന്ന സ്ഥലങ്ങൾ, എലിമാളം അതിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി വെച്ച് കൊടുക്കും. അപ്പോൾ ഇത് വന്ന് എലി കഴിച്ചു എന്ന് കരുതുക. ഇത് വന്ന് എലി കഴിച്ചു കഴിഞ്ഞാൽ എലി എത്ര മണിക്കൂർ കൊണ്ട് ചാവും? ഒരു 48 മണിക്കൂർ, അതായത് 2 ദിവസം കൊണ്ട് ചാവും. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഞാൻ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് ആ എലി ചാവും, അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ. അതാണ് ബാരിയം കാർബണേറ്റിൽ പറയാനുള്ളത്. ഇനി നേരെ സിങ്ക് ഫോസ്ഫൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ റേഷ്യോ എന്തായി? 1 സിങ്ക് ഫോസ്ഫൈഡ് എടുത്തു കഴിഞ്ഞാൽ 10 ഗോതമ്പ് പൊടി എടുക്കണം. ഓക്കെ, 1 സിങ്ക് ഫോസ്ഫൈഡ് എടുത്തു കഴിഞ്ഞാൽ 10 വീറ്റ് ഫ്ലോർ എടുക്കണം. എന്നിട്ട് വെള്ളവും കൂട്ടി നമ്മൾ ചെറിയ ചെറിയ റൗണ്ടാക്കി അതിൻ്റെ ബെറോസിലും ഹോൾസിലൊക്കെ കൊണ്ടുവയ്ക്കുന്നു. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ റാറ്റ് 3 മണിക്കൂർ കൊണ്ട് ചാവും. അതായത് ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് കഴിച്ച എലികളൊക്കെ ചത്തുപോകും. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായോ? ബാരിയം കാർബണേറ്റ് കൊണ്ട് 2 ദിവസം കൊണ്ട് ഉണ്ടാകുന്ന സംഗതി ഇവിടെ 1 ദിവസം പോലും വേണ്ട, വെറും 3 മണിക്കൂർ കൊണ്ടാണ് സിങ്ക് ഫോസ്ഫൈഡിൽ അതിൻ്റെ വർക്ക് നടക്കുന്നത്. സോ എന്ത് മനസ്സിലായി? അത്രയും ഡേഞ്ചറസ് ആണ് സിങ്ക് ഫോസ്ഫൈഡ് എന്ന് മനസ്സിലായി. പിന്നെ ഇതിൻ്റെ റേഷ്യോ ഓർക്കുക, ബാരിയം കാർബണേറ്റിൻ്റെ റേഷ്യോ വരുന്നത് 1:4 ആണ്, സിങ്ക് ഫോസ്ഫൈഡിൻ്റെത് 1:10 ആണ്. ഓക്കെ, സോ നമുക്ക് ഈ സിങ്ക് ഫോസ്ഫൈഡ് ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് പ്രിക്വേഷൻസ് എടുക്കണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ദീസ് പിൽസ് ആർ വെരി പോയിസണസ്, അറിയാലോ, അതുകൊണ്ടാണല്ലോ 3 മണിക്കൂർ കൊണ്ട് ആൾ വടിയാവുന്നത്. നെക്സ്റ്റ്, ഗ്രേറ്റ് പ്രിക്വേഷൻ മസ്റ്റ് ബി ടേക്കൺ ഇൻ പ്രിപ്പയറിങ് ദീസ് ബെയ്റ്റ്സ്. എന്തൊക്കെയാ? റബ്ബർ ഗ്ലൗസ്, നമ്മൾ ഗ്ലൗസ് ധരിക്കണം. അതുപോലെ തന്നെ ലെഫ്റ്റ് ഓവർ പിൽസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതായത് ഈ നമ്മൾ കുറച്ച് റൗണ്ടായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇതിൻ്റെ ബെയ്റ്റ്സ് വെച്ചു, എലി വന്ന് ചിലത് കഴിച്ചു ചിലത് കഴിച്ചില്ല. അപ്പോൾ ഈ ബാക്കി വന്ന ഈ പിൽസ് നമ്മൾ എന്ത് ചെയ്യണം? രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതെടുത്ത് മാറ്റി വെക്കണം, അടുത്ത് ഉപയോഗിക്കുന്നവരെ ഇതെടുത്ത് മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളിത് ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഓമനിച്ച് വളർത്തുന്ന നമ്മുടെ പെറ്റ്സ് ഉണ്ടാവും, ചെറിയ കുഞ്ഞുങ്ങളുണ്ടാവും, ഇവർ വന്ന് ഇതെടുത്ത് വായിൽ വയ്ക്കും. കുട്ടികളായാലും പെറ്റ്സ് ആയാലും ഇതെടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ എലിയെ കൊല്ലാൻ വെച്ചത് കാരണം നമ്മുടെ പെറ്റ്സും നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ആയിരിക്കും അതിൻ്റെ പണി കിട്ടാൻ പോവുക. സോ അതാണ് ഇതിൻ്റെ ഒരു ഡിമെറിറ്റ് പോയിന്റ്. ഇത് രണ്ടിലും ബാധകമാണ്. രണ്ടിലും നമുക്ക് ഡിമെറിറ്റ് ആയിട്ട് ഈ ഒരു കാര്യം എഴുതാം. രണ്ടും പോയിസൺ ആണ്. സോ രണ്ടും പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റേതായ പ്രിക്വേഷൻസ് എടുക്കണം. സോ നമ്മളിവിടെ ട്രാപ്പിങ്ങിൻ്റെ കാര്യത്തിൽ ട്രാപ്പ് വൈസ് എന്ന് പറയുന്ന ഒരു ഡിമെറിറ്റ് പോയിന്റ് പറഞ്ഞു. ഇവിടെ നമുക്ക് ഡിമെറിറ്റ് ആയിട്ട് ഈ 2 കാര്യങ്ങൾ പറയാം. പോയിസൺ ആണ്, അതുകൊണ്ട് നമ്മൾ പ്രിക്വേഷൻസ് എടുക്കണം, റബ്ബർ ഗ്ലൗസ് യൂസ് ചെയ്യണം, പിന്നെ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള പിൽസ് രാവിലെ എടുത്ത് മാറ്റണം. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ബാക്കി ആരെങ്കിലും എടുത്ത് വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ പണിയാവും. സോ ദാറ്റ്സ് അബൌട്ട് റോഡൻറ്റിസൈഡ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഫ്യൂമിഗേഷൻ എന്ന് പറയുന്ന പോയിന്റിലോ പറയാം. ഫ്യൂമിഗേഷൻ ഈ സ്ലൈഡിൽ എല്ലാം ഇമ്പോർട്ടൻ്റാണ്. എല്ലാ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നതും 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 വേർഡായിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസാണ്. സോ ഈ സ്ലൈഡ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, പഠിച്ചോ. സോ നമുക്ക് നേരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് പറയാം. സയനോ ഗ്യാസ് അഥവാ കാൽസ്യം സയനൈഡ്, ഇതാണ് നമ്മളിവിടെ ഫ്യൂമിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. സയനോ ഗ്യാസ് ഓർത്ത് വെച്ചോ. സയനോ ഗ്യാസ് അഥവാ കാൽസ്യം സയനൈഡ് എന്നാണ് അതിൻ്റെ കെമിക്കൽ നെയിം. ഓക്കെ, അതാണ് നമ്മൾ ഫ്യൂമിഗേഷൻ യൂസ് ചെയ്യുന്നത്. ഓരോ റാറ്റ് ബെറോസിലേക്കും നമ്മൾ 55 ഗ്രാം വെച്ചിട്ടാണ് പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. എങ്ങനെ? ഫുഡ് പമ്പ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ട്. യൂസിങ് ഫുഡ് പമ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫുഡ് പമ്പ് എന്ന് പറയുന്ന പോയിന്റ്. ഫ്യൂമിഗേഷൻ എഫ്, യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് ഫുഡ് പമ്പ്, അതും എഫ്. ഓക്കെ, ഫ്യൂമിഗേഷൻ യൂസ് ചെയ്യുന്നത് ഫുഡ് പമ്പാണ്.
യൂസ് ചെയ്യുന്ന കെമിക്കൽ സയനോ ഗ്യാസ്, കാൽസ്യം സയനൈഡ്. ഇനി ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സയനൈഡ്, കാൽസ്യം സയനൈഡ് ഈ വെള്ളവും ഈ മോയ്സ്ചറായിട്ടൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തായി മാറും? ഹൈഡ്രജൻ സയനൈഡ് ഗ്യാസ് ആയിട്ട് മാറും. ആരായിട്ട് മാറും? ഹൈഡ്രജൻ സയനൈഡ്. അപ്പോൾ കാൽസ്യം സയനൈഡ് ആരായി? ഹൈഡ്രജൻ സയനൈഡായി. ഓക്കെ, ആ ഒരു വ്യത്യാസം പഠിച്ചു വയ്ക്കുക. മോയ്സ്ചർ ടച്ച് വരുമ്പോൾ, മോയ്സ്ചർ എന്ന് പറയുമ്പോൾ വാട്ടർ അല്ലേ, H2O, H2 ആണ് വാട്ടർ. സോ H വന്നെന്ന് ഓർക്കുക, ഹൈഡ്രജൻ കയറി ഹൈഡ്രജൻ സയനൈഡായി. പിന്നെ ഇതിൽ ഹൈഡ്രജൻ സയനൈഡിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് പറയുന്നുണ്ട്, വേറെ ഒന്നിനും ഇല്ലാത്തൊരു പോയിൻ്റാണത്. ഈ ഹൈഡ്രജൻ സയനൈഡ് ഗ്യാസ് എലിയെ മാത്രമല്ല, എലിയുടെ ശരീരത്തിലുള്ള ഈ ഫ്ലീസിനെയും കൊല്ലുന്നുണ്ട്, റാറ്റ് ഫ്ലീസിനെയും കൊല്ലുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാപ്പിങ്ങിനോ അതുപോലെ തന്നെ ഈ റോഡൻറ്റിസൈഡിൻ്റെയോ ഈ കാര്യങ്ങളിലൊന്നും റാറ്റിനെ മാത്രമേ കൊല്ലുന്നുള്ളൂ, റാറ്റ് ഫ്ലീസിനെ ഇത് ബാധിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഫ്യൂമിഗേഷൻ വരുമ്പോഴത്തേക്ക് അത് റാറ്റ് ഫ്ലീസിനെയും കൊല്ലുന്നുണ്ട്. ഇത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. എന്നാൽ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ട്രെയിൻഡ് പേഴ്സൺ, നമ്മളിവിടെ ഫുഡ് പമ്പ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പം ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ വേണം ഈ ഫ്യൂമിഗേഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. സോ ട്രാപ്പിൻ്റെ കാര്യത്തിൽ ട്രാപ്പ് വൈസ് ആവുമെന്ന് പറഞ്ഞു. അതേപോലെ നമ്മൾ കമ്മ്യൂണിറ്റി ബേസിൽ ചെയ്താലേ എഫക്റ്റീവ് ആവുള്ളൂ. പിന്നെ അത് ടെമ്പററി ആയിട്ടേ നമുക്കൊരു റിഡക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞു. അത് അത്രയും അതിൻ്റെ ഡീമെറിറ്റ് ആണ്. അതുപോലെ റോഡിൻ്റെ സൈഡിൽ നമുക്ക് എന്ത് പറയാം? ട്രെയിൻഡ് അല്ല, നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രേറ്റ് പ്രിക്കോഷൻസ് ആർ റിക്വയർഡ് എന്ന് പറയാം. റബ്ബർ ഗ്ലൗസ് യൂസ് ചെയ്യണം, ലെഫ്റ്റ് ഓവർ പിൽസ് മാറ്റണം, ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കഴിച്ചാൽ അതൊരു കാഷ്വാലിറ്റി ആവാമെന്ന് പറയാം. ഫ്യൂമിഗേഷനിൽ നമുക്ക് നെഗറ്റീവായിട്ട് എന്ത് പറയാം? ട്രെയിൻഡ് പേഴ്സണൽസ് ആർ റിക്വയർഡ്. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് ചോദിച്ചാൽ എന്ത് പറയാം? ഹൈഡ്രജൻ സയനൈഡ് ഗ്യാസ് റാറ്റിനെ മാത്രമല്ല റാറ്റ് ഫ്ലീസിനെയും കൊല്ലുമെന്ന് പറയാം. സോ നമുക്ക് അടുത്ത പോയിന്റ് പറയാം. അതാണ് ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ളൊരു മെത്തേഡാണത്, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സാനിറ്റേഷൻ. സോ അതിൻ്റെ ഒരു കൺസെപ്റ്റ് നമുക്ക് പറയാം. അതായത് എലിയല്ല, ഏതൊരു ജീവജാലമായാലും അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബേസിക്കായിട്ട് ഫുഡ് വേണം, വാട്ടർ വേണം, ഷെൽട്ടർ വേണം, ഭക്ഷണവും വെള്ളവും താമസ സ്ഥലവും വേണം. ഇനി ഇതൊന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഇതൊക്കെ നമ്മൾ കൊടുക്കാതെ ഇതിനെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ഇതെന്താവും? നാച്ചുറലി ഇത് ആ സ്ഥലത്തും വിട്ടുപോയിക്കോളും. അതുവഴി നമുക്ക് എലിമിനേഷൻ ഓഫ് ആ ഒരു ജീവജാലം, ആ ഒരു ലിവിങ് ബീങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എത്താം. സോ റാറ്റിന് താമസിക്കാൻ അല്ലെങ്കിൽ റാറ്റിന് അവിടെ നിൽക്കാൻ വേണ്ടത് എന്തൊക്കെയാണ്? ഫുഡ്, വാട്ടർ ആൻഡ് ഷെൽട്ടർ. സോ നമ്മൾ ഇത് മൂന്നും കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ റാറ്റ് സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് അതിൻ്റെ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കോളും. സോ ഇത് എങ്ങനെ നടത്തിയെടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഉത്തരം. സോ ഇത് നടുവിലുള്ള ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഇത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. സാനിറ്റേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ പെർമനൻറ്റ് കൺട്രോൾ ഓഫ് റാറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ 3 പോയിൻറ്റും, ഫ്യൂമിഗേഷൻ, ട്രാപ്പ്, അതുപോലെ റോഡൻറ്റിസൈഡ്, ഇതൊന്നും പെർമനൻറ്റ് കൺട്രോളിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പെർമനൻറ്റ് കൺട്രോളിന് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് ഈ സാനിറ്റേഷൻ എന്ന് പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന സാനിറ്റേഷനാണ്. മറ്റേതൊക്കെ പൈസ ചിലവുള്ള കാര്യമാണ്. ഇത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. സോ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. ഒന്ന്, പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ഫുഡ് സ്റ്റഫ്സ്. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ അല്ലെങ്കിൽ വാങ്ങി വരുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ സൂക്ഷിച്ച് സ്റ്റോർ ചെയ്യുക. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ സൂക്ഷിച്ച് എലിക്ക് കഴിക്കാൻ പറ്റാതെ നല്ല പ്രോപ്പറായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇനി ബാക്കി വരുന്ന വേസ്റ്റ്, അതുപോലെ കിച്ചൺ വേസ്റ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക. ഓക്കെ, പ്രോപ്പർ കളക്ഷൻ ആൻഡ് ഡിസ്പോസൽ ഓഫ് ഗാർബേജ്, അതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി നമ്മുടെ വീട്ടിൽ ഈ എലി കയറി ഓൾറെഡി കുറേ മാളവും ഇതൊക്കെ ഉണ്ടാവും, അതൊക്കെ എന്ത് ചെയ്യുക? ബ്ലോക്ക് ചെയ്യുക. കോൺക്രീറ്റ് ഉപയോഗിച്ച് അതൊക്കെ ബ്ലോക്ക് ചെയ്യുക. എലിമിനേഷൻ ഓഫ് റാറ്റ് ബറോസ് ബൈ ബ്ലോക്കിംഗ് ദം വിത്ത് കോൺക്രീറ്റ്. ഇനി അടുത്ത് നമ്മൾ വീട് വെക്കുന്ന സമയത്ത് റാറ്റ് പ്രൂഫ് ബിൽഡിങ്സ് വെക്കുക. നമ്മൾ മൊസ്കിറ്റോ കൺട്രോളിൽ ഈ സ്ക്രീനിങ്ങും മെഷ് വെക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ റാറ്റ് പ്രൂഫ് ആയിട്ടുള്ള ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് റാറ്റിൽ പറയാവുന്ന കാര്യം. സോ 4 പോയിന്റ് ഏതൊക്കെയാണ്? പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ഫുഡ് സ്റ്റഫ്സ്, അതുപോലെ പ്രോപ്പർ കളക്ഷൻ ആൻഡ് ഡിസ്പോസൽ ഓഫ് ഗാർബേജ്, അതുപോലെ എലിമിനേഷൻ ഓഫ് റാറ്റ് ബറോസ് ബൈ ബ്ലോക്കിംഗ് ദം വിത്ത് കോൺക്രീറ്റ്, അതുപോലെ കൺസ്ട്രക്ഷൻ ഓഫ് റാറ്റ് പ്രൂഫ് ബിൽഡിംഗ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? റാറ്റിന് ഫുഡ്, വാട്ടർ, ഷെൽട്ടർ നമ്മൾ നിഷേധിച്ചു. അപ്പോൾ റാറ്റ് ഓൾറെഡി അവിടെ നിന്ന് പോയിക്കോളും. സോ ഏറ്റവും പ്രാക്ടിക്കൽ മെത്തേഡ് ഏതാ? സാനിറ്റേഷൻ. പെർമനൻറ്റ് കൺട്രോളിന് യൂസ്ഫുൾ ഏതാ? സാനിറ്റേഷൻ. ഇത്രയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. റോഡൻസ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ എത്ര ടൈപ്പ് ഓഫ് റോഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞു, അതുപോലെ ഇതുണ്ടാക്കുന്ന ഡിസീസുകൾ പറഞ്ഞു, പിന്നെ റോഡൻ കൺട്രോൾ പറഞ്ഞു. റോഡൻ കൺട്രോളിൽ മെയിൻലി 4 എണ്ണമാണ്. ഏതൊക്കെയാണ്? ട്രാപ്പിങ്, അതുപോലെ തന്നെ റാറ്റ് പോയിസൺ, ഫ്യൂമിഗേഷൻ, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സാനിറ്റേഷൻ. ഈ 4 പോയിന്റ് ഓർത്ത് വയ്ക്കുക. ജസ്റ്റ്
കഥ പോലെ കേട്ട് മനസ്സിലാക്കുക. നമുക്കത് കയ്യിൽ നിന്നിട്ട് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു സ്ലൈഡ് ഫുൾ ഓഫ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. സയനോ ഗ്യാസ്, അതിൻ്റെ കെമിക്കൽ നെയിമാണ് കാൽസ്യം സയനൈഡ്. ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഫുഡ് പമ്പ്. മോയ്സ്ചർ ടച്ച് വരുമ്പം ഈ കാൽസ്യം സയനൈഡ് എന്താവും? ഹൈഡ്രജൻ സയനൈഡ് ആവും. ഈ ഹൈഡ്രജൻ സയനൈഡിൻ്റെ പോസിറ്റീവ് എന്താ? ഇതിനെ ഉപയോഗിച്ച് നമുക്ക് റാറ്റിനെയും റാറ്റ് ഫ്ലീസിനെയും കൊല്ലാം. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താ? ട്രെയിൻഡ് പേഴ്സൺസ് ആർ റിക്വയർഡ്. സോ ദാറ്റ്സ് ഓൾ. ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാവുന്നതാണ്. നമുക്കത് ക്ലിയർ ചെയ്ത് പോവാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ക്ലാസ്. താങ്ക് യു.